പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. 12 എന്ന ആ ഒരു ഏഞ്ചൽ സംഖ്യ നമ്മുടെ കയ്യിൽ എഴുതിയതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ അനുഭവം ഉണ്ടായതിൻ്റെ പുറത്ത് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ക്ലിയറായിട്ടൊന്ന് പറഞ്ഞു തരുന്നതിനോ അല്ലെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് വ്യക്തമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്തു എന്നൊന്നും പറഞ്ഞു തരുന്നതിനോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നടക്കാത്ത ആ ഒരു കാര്യം നടന്നതുകൊണ്ടുണ്ടായ ആ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിലെടുത്ത ഒരു വീഡിയോ ആണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റിയില്ല. അപ്പോഴാണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് പേര് മറ്റാരുടെയൊക്കെയോ വീഡിയോ 12 എന്ന ഈ ഏഞ്ചൽ സംഖ്യ എഴുതിയതിന് ശേഷം ഉണ്ടായ ആ അനുഭവം ഒക്കെ വിവരിച്ച ഒരു വീഡിയോ എങ്ങാണ്ട് കണ്ടതിന് ശേഷം അവർ 10-15 ദിവസം കൊണ്ടേ ഈ നമ്പർ എഴുതുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും സാധിക്കുന്നതൊന്നും അല്ല, അങ്ങനെ ഞങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് 2-3 പേര്, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന 2-3 പേര് എന്നെ വിളിച്ച് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചതുപോലെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത് എഴുതിയത്, എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അജിതേ ഇതുപോലെ ഒന്നും വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ വീഡിയോയിൽ, ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോയതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അതങ്ങനെ ഒരാൾ ഇവർ കണ്ട വീഡിയോയും അങ്ങനെ തന്നെ പറഞ്ഞു പോയതേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ അറിയുന്നത്? 12 എഴുതണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 12 എഴുതുകയും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അവർക്കും ഉണ്ടായ ഒരു കുഴപ്പങ്ങൾ, കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ആ ആഗ്രഹം സാധിക്കാതെ പോയത്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആ ഒരു സംഖ്യ എഴുതിയതിൻ്റെ ഫലം എന്തുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ നോക്കിയപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് നല്ല വിശ്വാസം വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സാധിക്കും, അല്ലെങ്കിൽ സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞല്ല എഴുതേണ്ടുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വാസമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടൊരു വിശ്വാസം വേണം. ഞാനിപ്പോൾ ഇത് വിശ്വസിച്ച് എഴുതുകയാണ്, ദൈവമേ ഇത് നടന്നു കിട്ടണേ, അല്ലെങ്കിൽ നടന്നു കിട്ടും, എനിക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യം കൊണ്ട് ഇന്നത്തെ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ വിശ്വാസത്തിന് പുറത്ത് മാത്രമേ എഴുതാവൂ. അതുപോലെ തന്നെ നമുക്ക് എന്താണോ ആഗ്രഹം നമ്മളത് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും വേണം. ഇല്ലാതെ നമ്മൾ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടക്കട്ടെ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം നമ്മുടെ ആ കാര്യം സാധിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് തന്നെ വേണം നമ്മൾ ആ സംഖ്യ എഴുതി ആ ഒരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ആ സംഖ്യയിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് എഴുതേണ്ടുന്നത് അങ്ങനെയാണ്. പിന്നെ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്രതമൊന്നും എടുക്കേണ്ടുന്ന കാര്യമില്ല. നമുക്ക് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പീരീഡ് ടൈമിലൊന്നും എഴുതുന്നതുകൊണ്ട് യാതൊരു വിധമായ ദോഷങ്ങളും ഇല്ല. അങ്ങനെയുള്ള സമയത്തൊന്നും എഴുതുന്നതിന് ഈ വ്രതമൊന്നും എടുത്തൊന്നും എഴുതുന്ന ഒരു സംഭവമേ അല്ല ഇത്. പിന്നെ ഇത് മന്ത്രവാദമോ കൂടുപാത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ഒരു ഏഞ്ചൽ സംഖ്യയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ എഴുതുന്നു, നമുക്ക് അതിൻ്റേതായ ആ ഒരു ആ ഒരു അതിന് ഫലം പ്രകൃതി തന്നെ നമുക്ക് തരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് അതിനുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥന ഈ പ്രപഞ്ചം കേൾക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാതെ നമ്മൾ കൂടുപാത്രം ചെയ്യുകയോ മന്ത്രവാദം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഇതിപ്പോൾ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പേരെന്നോട് ചോദിച്ചു നടുവിരലിൽ ഏത് വിരലിലാണ്, വലത് കൈയിലാണോ എഴുതുന്നതെന്ന്. അല്ല, വലത് കൈയിലല്ല എഴുതുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഇതേപോലെ ഇടത് കൈയിൽ തന്നെയാണ് എഴുതുന്നത്. ഇടത് കൈയുടെ ഈ വിരലിൽ, നമ്മൾ മോതിരം ഇടുന്ന വിരലിൽ വേണം എഴുതാനായിട്ട്. ഇടത് കൈയുടെ മോതിര വിരലിൽ ഇതേപോലെ ഈ നടുക്ക് ഭാഗത്ത്, ഈ കാണുന്ന നടുക്ക് ഭാഗത്ത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ നടുക്ക് ഭാഗത്ത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു വര തന്നെ ഒരു പ്രാവശ്യം മാത്രം എഴുതാനായിട്ട് നോക്കുക. അതല്ലാതെ നമുക്കത് തെളിച്ച കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ, ഞാനിപ്പോൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടേക്ക് എഴുതി കാണിക്കാം. തെളിച്ച കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ എഴുതി അതിന് നല്ലൊരു കട്ടി കൊടുക്കും, നല്ലൊരു പെട്ടെന്ന് മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളിതുപോലെ ഒരൊറ്റ
ഒറ്റ വര ഇടുക മാത്രമേ ചെയ്യാവൂ. ഈ ഒറ്റ ഒരു വര മാത്രമേ ഇട്ടേ നമ്മൾ എഴുതാവൂ. കാരണം ഈ 2-3 പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതുകൊണ്ട് അത് ആ 1 എന്നുള്ളത് തന്നെ ഒരുപാട് പ്രാവശ്യം അങ്ങ് ആവുകയാണ്. അപ്പോൾ അത് 12 ആവുന്നില്ല. ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഇതേ ഒറ്റ ഒരു വര, ഒരു പേനയുടെ ഇതുകൊണ്ട് ഒറ്റ ഒരു വര 1, പിന്നെ 2 എഴുതുന്ന സമയത്തും ഇതുപോലെ 2. അതിനുശേഷം ഈ 12 കഴിഞ്ഞതിന് ശേഷം ഒരു കുത്തിട്ടതിന് ശേഷം അല്ല നമ്മൾ 12 എഴുതുന്നത്. ഇതിൻ്റെ ഈ 12ന് ശേഷം ഒരു കുത്തോ കോമയോടെ ഒന്നും ആവശ്യമില്ല. ഇത് ചേർത്താണ് എഴുതുന്നത്. ഈ 12നോട് ചേർത്താണ് ഈ 12 എഴുതുന്നത്. നമുക്ക് ഈ കുത്തും കോമയൊന്നും അപ്പോഴേ എന്നോട് വിളിച്ച് നേരിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നല്ല പരിചയക്കാരുണ്ടെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് 12 കഴിഞ്ഞതിന് ശേഷം അവരൊരു കുത്തിട്ടതിന് ശേഷമാണ് 12 എഴുതിയത്. അപ്പോൾ അങ്ങനെ എഴുതിയതുകൊണ്ട് അതിപ്പോൾ 12 എന്നാവുന്നില്ല. 12 ഒരു കുത്തിട്ട് പിന്നെയാണ് 12 എഴുതുന്നത്. ഇതിന് 12 എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നും നമുക്ക് വേണ്ട, കുത്തോ കോമയോ ഒന്നും വേണ്ട. ഈ 12 പിന്നൊരു 12 അങ്ങനെ അങ്ങ് എഴുതി പോയാൽ മാത്രം മതി. അത് ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ തന്നെ എഴുതണം. അല്ലാതെ ഇതിൻ്റെ മുകളിൽ ഈ 12 എഴുതുന്നതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും തെളിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ അത് 12 ആവുന്നില്ല. 1ൻ്റെ മേളിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എഴുതുമ്പോൾ അത് 1 എന്നങ്ങനെ ആവത്തേ ഉള്ളൂ. ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഏഞ്ചൽ സംഖ്യയാണ്. അതപ്പോൾ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നമുക്കത് തെളിച്ചമല്ല പ്രധാനം, നമ്മുടെ കയ്യിൽ തെളിഞ്ഞിരുന്നാൽ മതി. അരമണിക്കൂർ നേരം മാത്രം നമ്മുടെ കയ്യിൽ അതിരുന്നാൽ മതി, മായാതെ ഇരുന്നാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞ് മായുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും അതുകൊണ്ടില്ല. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്നെ വിളിച്ച് ഈ 2-3 പേരും പറഞ്ഞ ഒറ്റ ഒരു മെയിൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 എഴുതുന്ന സമയത്ത് അവർ നന്നായിട്ട് കറുപ്പിച്ച് പെട്ടെന്ന് മാഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കറുപ്പിച്ച് എഴുതണം എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 7 മണി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ 7 മണി വരെയുള്ള സമയത്ത് എപ്പോൾ എഴുതിയാലും മതി. അപ്പോൾ അല്ലാതെ രാവിലെ 7 മണിക്ക് അകത്ത് വെച്ച് എഴുതണമെന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എഴുതിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് നമ്മളങ്ങ് മറന്നുപോയി. പിന്നെ മൂന്നാമത്തെ ദിവസത്തെ എന്ന രീതിയിൽ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവിടെ നമുക്ക് മുടക്കമാണ് വന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ആ 3-ാമത്തെ ദിവസം നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ എഴുതിയേ വേണ്ട. എഴുതാതെ ഇരുന്നിട്ട് 4-ാമത്തെ ദിവസം നമ്മൾ ആദ്യം മുതൽ എഴുതണം. 1 എന്നുള്ള രീതിയിൽ തന്നെ എഴുതണം. 1 എന്നുള്ള രീതിയിൽ തന്നെ എഴുതുക. അതുപോലെ 21 ദിവസം ഇത് എഴുതണം. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസവും നമ്മൾ ഇതുപോലെ എഴുതിക്കൊണ്ടേയിരിക്കണം. ഈ 71 ദിവസത്തിനകത്ത് വെച്ച് വീണ്ടും നമ്മൾ ഒരാഗ്രഹവും കൂടെ മനസ്സിൽ കണ്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു 12 എഴുതരുത്. നമുക്ക് ഏതൊരു ആഗ്രഹമാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് സാധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത 12 അത് സാധിച്ച് ഈ 21 ദിവസവും എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് എഴുതാവൂ. ഒരു കാര്യം സാധിച്ച് ഒരു 2 ദിവസം കൊണ്ട് നമ്മുടെ ഒരു കാര്യം അങ്ങ് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3-ാമത്തെ ദിവസം മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ 7 മണിക്ക് നമ്മൾ എഴുതി, അത് കഴിഞ്ഞിട്ട് 11 മണിക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എഴുതാവൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ എന്താ പറയുക, ഒന്നും നമുക്ക് എന്താ പറയുക, ഈ മന്ത്രവാദം ചെയ്തൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. പ്രപഞ്ചം നമുക്കായിട്ട് നമ്മളുടെ ഇത്രയും നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലമായിട്ട് തരുന്ന ഒരു ഇതാണ്. അല്ലാതെ കൂടുപാത്രം ചെയ്യുകയോ മന്ത്രവാദം ചെയ്യുകയോ പൂജകൾ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത്. എനിക്കും ഇങ്ങനെ ഒന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങനെയൊന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയേ അല്ല. ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. എനിക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളിലെല്ലാം പോകും. അതുപോലെ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് സംഭവം നടന്നു കിട്ടിയപ്പോൾ ഇന്നലെ തന്നെ എനിക്കൊരു കമൻറ്റ് വന്നു,
ഒരാൾക്ക് പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴായാലും അത് തിരിച്ചു കിട്ടും, തിരിച്ചു തരിക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ എനിക്കുള്ള ഒരു സംശയം മാത്രമാണ് 4 വർഷം കൊണ്ട് കിട്ടിയില്ല, 4 വർഷമായിട്ട് ഇപ്പോൾ 4 വർഷം കൊണ്ടേ കിട്ടിയില്ല, ഒരു വിവരവും ഇല്ല, തരത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു, തരത്തില്ല എന്നുള്ള രീതിയിൽ അവർ നിന്നു, കിട്ടില്ല എന്ന് നമ്മളും ഉറപ്പിച്ചു കഴിഞ്ഞ് ഇത് എഴുതിയതിന് ശേഷമാണ് അത് കിട്ടിയത്. അപ്പോഴതിലൊന്നുമില്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ നേരിലൊരു അനുഭവം വരുമ്പോഴാണ് നമ്മളതിലൊരു വിശ്വാസം കണ്ടെത്തുന്നത്. കാരണം ഇത് എഴുതിയതിന് ശേഷം, ഇത് എഴുതുന്നതിന് ഒരു ദിവസം, ഈ വ്യാഴാഴ്ച ഇപ്പോൾ ഞാൻ എഴുതി തുടങ്ങി, ബുധനാഴ്ച എങ്കിൽ അവർക്ക് വിളിച്ചെനിക്ക് തന്നുകൂടായിരുന്ന പൈസ തന്നില്ലല്ലോ. ഇത് എഴുതിയതിന് ശേഷം കിട്ടിയ പൈസയാണ്, അപ്പോൾ കിട്ടിയതാണ്. ഇതിന് എഴുതിയതിന് ശേഷമാണ് അവർ തരാമെന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ അതിൽ ഒട്ടും സത്യമില്ല എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം 4 കൊല്ലം കൊണ്ടേ കിട്ടാതിരുന്ന ഒരു കാര്യമാണ്. പിന്നെ വിശ്വാസം എന്നുള്ളത് ഓരോ മനുഷ്യർക്കും ഉള്ളതാണ്. നമുക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. പ്രത്യേകിച്ചും എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നല്ല തെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെ ഒരിക്കലും എഴുതുന്നത് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് മീനൊക്കെ കൂട്ടിയതിന് ശേഷം എഴുതിയ കുഴപ്പമുണ്ട്, അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് വീണ്ടും ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണം. ദൈവമേ, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എഴുതിയത്, അതെനിക്ക് സാധിച്ചു കിട്ടണേ എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞിരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ എനിക്കിത് വിശദമായിട്ട് പറഞ്ഞു തരാനും ഒന്നും പറ്റിയില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടത് കൈയുടെ അണിവിരലിൽ, അതായത് മോതിരവിരലിലാണ് നമ്മൾ എഴുതുന്നത്. അത് നടുക്ക് ഭാഗത്താണ് എഴുതുന്നത്. 2-3 പേര് എനിക്ക് കമൻ്റ് ഇട്ട് ചോദിച്ചു, ഇടത് കൈയിലാണോ വലത് കൈയിലാണോ എഴുതേണ്ടതെന്ന്. ഇടത് കൈയിലാണ് നമുക്ക് എഴുതേണ്ടത്. ഇടത് കൈയുടെ ഈ മോതിരവിരലിൽ ഇതുപോലെ ഈ നടുക്ക് ഭാഗത്ത് വേണം നമ്മൾ എഴുതാൻ. അപ്പം അത് എഴുതുമ്പോൾ ഇതുപോലെ കട്ടിക്ക് എഴുതാനായിട്ട് നിൽക്കേണ്ട, ഒറ്റ ഒരു പ്രാവശ്യമേ എഴുതാവൂ. ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ നീല മഷിയായിരിക്കണം, ഇല്ലെങ്കിൽ പച്ച മഷിയായിരിക്കണം. ചുമപ്പ് മഷിയും വേണ്ട, കറുത്ത മഷിയും നമുക്ക് വേണ്ട. ഈ 2 മഷിയും കൊണ്ട് മാത്രമേ എഴുതാവൂ. ഒന്നുകിൽ നമുക്ക് പച്ചമഷി വെച്ച് ഉപയോഗിക്കാം. പച്ചമഷി കുറേ കൂടി ഫലം കിട്ടുന്നതിന് എളുപ്പം കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, കാരണം ഞാൻ നീലമഷി വെച്ചാണ് എഴുതിയത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പച്ചമഷി അല്ലെങ്കിൽ നീലമഷി. ഒരു കാരണവശാലും കറുത്ത മഷിയും ചുമന്ന മഷിയും എടുക്കരുത്. ഇത് 2 വെച്ച് എഴുതരുത്. ഇതുപോലെ എഴുതിയതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കും. കാരണം നമ്മുടെ ആഗ്രഹം ജെന്യുവിനാണെങ്കിൽ, കാരണം അല്ലാതെ നമ്മൾ ദുരാഗ്രഹം ഒന്നും വിചാരിക്കരുത് കേട്ടോ. ദുരാഗ്രഹം ഒന്നും വിചാരിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാണ്, പ്രപഞ്ചത്തിന് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ സാധിച്ചിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.